സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം അതേ മമ്മൂക്കയെ പറ്റി തന്നെയാണ്. നമുക്കറിയാം, വയനാട് ചൂരൽമലയിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ടൗൺഷിപ്പ് പദ്ധതി കാണാനായിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ആരും അറിയാതെ മമ്മൂക്ക ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. അങ്ങനെ മമ്മൂക്ക അവിടേക്ക് വരുമ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു അകമ്പടിയായിട്ട് അവിടെയുള്ള ജില്ലാ സെക്രട്ടറിയും മറ്റുള്ള പാർട്ടിയിലുള്ള നേതാക്കന്മാരും ഒക്കെ കൂട്ടു നിൽക്കുമ്പോൾ അത് മമ്മൂക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും മമ്മൂക്ക അവരുടെ മുഖത്ത് നോക്കി അവിടെ വെച്ച് തന്നെ പറയുകയുണ്ടായ ഒരു കാര്യമുണ്ട്: നിങ്ങൾ എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും, ജനങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല വന്നത്, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരെ കാണാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു പദ്ധതിയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. അപ്പോൾ മമ്മൂക്ക എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. മമ്മൂക്ക അവിടേക്ക് വരുമ്പോൾ മമ്മൂക്കയുടെയും ഈ കെ റഫീഖിൻ്റെയും ഒക്കെ ഇടയിലേക്ക് ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ ഇയാളെ ഇങ്ങനെ റഫീഖ് തള്ളി മാറ്റി നിർത്തുന്നുണ്ട്. അതായത് മമ്മൂക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചാണ് മാറ്റി നിർത്തുന്നത്. അപ്പോൾ അത് മമ്മൂക്ക കാണുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടാണ് മമ്മൂക്ക പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ എല്ലായിടത്തും ഇങ്ങനെ നടക്കേണ്ട ആവശ്യകതയില്ല. കാരണം മമ്മൂക്കയെ ആരും വിളിച്ചിട്ട് മമ്മൂക്ക വന്നതല്ല, ഒരു ക്ഷണക്കത്ത് കിട്ടിയതുകൊണ്ട് വന്നതല്ല. ആള് അവിടുത്തെ ഒരു കാര്യങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും നല്ല രീതിയിൽ സംഭാവന ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയും അദ്ദേഹം എല്ലായിടത്തും എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന ഒരു പ്രകൃതമുള്ളൊരു, അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവമുള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള അയാൾക്ക് ആരെയും പേടിക്കാതെ അയാൾക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതായത് ആരുടെയും അടിമയല്ലാതെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആരുടെയും അടിമയായിട്ട് നിൽക്കാതെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക എന്ന് സാരം. അപ്പം അങ്ങനെയുള്ള മമ്മൂക്ക അവിടെ എത്തിയപ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അത് അവിടെ വെച്ച് തന്നെ പറഞ്ഞു. അല്ലാതെ മാറ്റി നിർത്തി ചെവിയിൽ പറഞ്ഞിട്ട് റഫീഖ് അങ്ങോട്ട് മാറി നിൽക്കണം, എൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും മമ്മൂക്ക കാണിച്ചില്ല. ഇന്ന് മമ്മൂക്ക ഈ രീതിയിൽ കുറ്റം പറയുന്ന, അതായത് മാധ്യമങ്ങളിൽ നിൽക്കുമ്പോൾ അയാളെ അപമാനിച്ചു എന്ന് പറയുന്ന ആളുകൾ മമ്മൂക്ക ആ റഫീഖിനെ അങ്ങോട്ട് മാറ്റി നിർത്തി പറഞ്ഞിരുന്നെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പറഞ്ഞേനെ. ഒരു വ്യത്യാസം ഉണ്ടായാലും മമ്മൂക്ക തുറന്ന് പറഞ്ഞതിനെയും വിമർശിക്കുന്നു, മമ്മൂക്ക മാറ്റി നിർത്തി പറഞ്ഞാൽ അതിനെയും വിമർശിച്ചേനെ. ചില ആളുകൾ പറയുന്നത് മമ്മൂക്കയ്ക്ക് അത് മാറ്റി നിർത്തി പറയാമായിരുന്നു എന്നാണ്. എന്നാൽ മമ്മൂക്ക അത് മാറ്റി നിർത്തി പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയും കളിയാക്കാനും അതിനെപ്പറ്റിയും മോശമായിട്ട് പറയാനും ഒരു കൂട്ടം ആളുകൾ വരുമെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പം അങ്ങനെ മമ്മൂക്ക ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കെ റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. കെ റഫീഖ് പറഞ്ഞത്, മമ്മൂക്ക എന്നെ അങ്ങനെ കളിയാക്കാനായിട്ടൊന്നും ചെയ്തതല്ല, മമ്മൂക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് അദ്ദേഹം അത് എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. അതായത് അദ്ദേഹം എന്നോടത് പറഞ്ഞത് വളരെ മര്യാദയോടുകൂടിയും മാന്യതയോടുകൂടിയുമാണ്, അതെനിക്ക് മനസ്സിലായി. അതല്ലാതെ മമ്മൂക്കയെ ഇല്ലാതാക്കണം, മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ജീവിക്കാനേ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പറയുന്നത് പോലെ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു കാര്യമാണ്, ഞങ്ങൾ സംസാരിച്ച് തീർത്താണ്. എന്നെ മമ്മൂക്ക നേരിട്ട് വിളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മമ്മൂക്ക നേരിട്ട് വിളിച്ചിട്ട് കെ റഫീഖിൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനത് അപമാനിക്കാനോ കളിയാക്കാനോ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ കാര്യങ്ങളെ പറ്റിയും ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനാണ് മമ്മൂക്ക. മമ്മൂക്കയ്ക്കെതിരെ പല രീതിയിൽ പലരും കളിക്കുന്ന കളികളെല്ലാം മമ്മൂക്കയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ അവാർഡ് കിട്ടിയപ്പോൾ, സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയപ്പോൾ, ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയപ്പോൾ അതിനെയും മമ്മൂക്ക PR വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെ കമ്മികളുടെ അടിമയായതുകൊണ്ട് ഉണ്ടാക്കിയെടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയും എങ്ങനെയാണ് കിട്ടിയത്, എന്താണ് കിട്ടിയെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് മമ്മൂക്കയ്ക്ക് ധാരണയുണ്ട്. മമ്മൂക്ക അവാർഡ് കിട്ടുന്ന സമയത്ത്, മമ്മൂക്ക ഫിലിം ഫെയർ അവാർഡിൻ്റെ സമയത്താണ് മമ്മൂക്ക പറയുന്നുണ്ട്, ഇതെനിക്ക് എന്തിനാണ് തന്നതെന്നുള്ളതിൻ്റെ ക്ലിപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം. ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ കുറച്ചെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ കുറച്ച് സീൻ നിങ്ങളൊന്ന് കാണിക്കണം. എന്തിനാണ് ഇയാൾക്ക് ഈ അവാർഡ് കിട്ടിയെന്ന് പലർക്കും ഡൗട്ട് കാണും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് മമ്മൂക്ക പറയുന്നത്. വളരെ നർമ്മകരമായ രീതിയിൽ മമ്മൂക്ക അത് പറഞ്ഞറിയിച്ചു. പക്ഷേ അതെല്ലാ അണ്ണന്മാരുടെ അണ്ണാക്കിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മറുപടിയായിരുന്നു. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം മമ്മൂക്കയോട് വലിയ വിരോധമാണ് സംഘിക്കുട്ടന്മാർക്കും കമ്മിക്കുട്ടന്മാർക്കും പല ആളുകൾക്കും ഉണ്ടായിരുന്നത്. ഈ ഒരു വയനാട് ടൗൺഷിപ്പ് കാണാൻ വന്നതിൻ്റെ പിന്നാലെയും സംഘികളുടെയും കമ്മികളുടെയും കൊങ്ങികളുടെയും എല്ലാം കരച്ചിലുകളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് മമ്മൂക്കയെ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് ഒരു കാര്യവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത് പറ്റി സഖാവിൻ്റെ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ കണ്ടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളത് ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ ഒരു പ്രസ്താവന വന്നത്. രണ്ട് നല്ല മനുഷ്യ വ്യക്തിത്വങ്ങളാണ്, ഒന്ന് മമ്മൂക്കയും ഒന്ന് പിണറായി വിജയൻ സഖാവും. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങൾക്കിടയിലും അവർക്കിടയിലും ഒരു പ്രശ്നമില്ല കേട്ടോ, മുഖ്യമന്ത്രിക്ക് പോലും പ്രശ്നമില്ല. ഇടയിൽ മുഹമ്മദ് റിയാസ് ഇവന്മാരെ പോലെയുള്ളവന്മാരൊക്കെയാണ് കിടന്ന് കളിക്കുന്നത്. ഇത് മമ്മൂക്ക ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്നവന്മാരുടെ കൂട്ടത്തിൽ വരുന്നവന്മാരാണ് കേട്ടോ. അതിനുവേണ്ടി PR വർക്ക് ചെയ്യുന്ന, PA വർക്ക് ചെയ്യുന്ന ചില ആളുകൾ. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നുള്ള വീഡിയോ ഞാൻ കാണിക്കാം. അതിന് മുൻപ് ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനസ്സിന് പ്രയാസമുണ്ടായെങ്കിൽ പരസ്യമായി മമ്മൂട്ടിയോട് ക്ഷമ ചോദിക്കുന്നു.
അതായത് ഈ ഒരു സംഭവത്തിൽ മമ്മൂക്കയ്ക്കെതിരെ ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള അക്രമങ്ങൾ അയച്ചു വിടുന്നുണ്ട്. മമ്മൂക്കയുടെ ഇമേജ് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, മമ്മൂക്ക ഇത്രയും നാളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മമ്മൂക്കയുടെ ഇമേജ് തകർത്തെറിയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കളിക്കുന്നുണ്ട്. അതിന് ഞാൻ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഞാൻ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത്. ഇനി ആ വീഡിയോ കൂടി നമുക്ക് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. കേരളത്തിന്റെ മലയാളത്തിന്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിന്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIM ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി. നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം അദ്ദേഹം ഇടപഴകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ചെന്നൈയിൽ നിന്ന് നന്നേ കാലത്ത് കണ്ണൂരോ കോഴിക്കോടോ എത്തി. അവിടുന്ന് കോഴിക്കോടാണ് എത്തിയത്. അവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അത് കാണുക, അതിന്റെ ഭാഗമാവുക എന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ആ നല്ല മനസ്സോടെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. നമ്മുടെ നാട്ടില് എന്തിനേയും വിവാദമാക്കാൻ തയ്യാറാകുന്ന ആളുകളുണ്ട്. അപ്പം അദ്ദേഹത്തെ അവിടെ വീടുകളെല്ലാം സന്ദർശിക്കുന്നു. അതിൻ്റെ ആൾക്കാരുണ്ട് അവിടെ, എല്ലാ ഘട്ടത്തിലും അവരുണ്ട്. അവർ വീടുകൾ കാണിച്ചു കൊടുക്കുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ നല്ല നിലക്ക് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ആ ജില്ലയിലുള്ള CPIM ജില്ലാ സെക്രട്ടറി റഫീഖ്. ആ ചെറുപ്പക്കാരനും അവിടെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ ആരെയും അറിയിച്ചുകൊണ്ടുള്ള യാത്രയല്ല മമ്മൂട്ടിയുടേത്. സ്വാഭാവികമായി അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ലാലോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി കണ്ടില്ലേ? വളരെ ദീർഘവീക്ഷണമുള്ള, അല്ലെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് എടുത്തു പറയുന്നത്. മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് പറയുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയുകയാണ്. കാരണം ഈ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള പല ആളുകളും ഈ പ്രസ്താവനയായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ രീതിയിൽ പറയുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവുമില്ല, നിങ്ങളത് വിഷമിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല, ഇത് ചില ആളുകൾ കെട്ടിച്ചമയ്ക്കുന്ന കഥയാണെന്നുള്ളത്. പക്ഷെ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത്രയും അധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും അധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു മനുഷ്യത്വത്തിനും അല്ലെ വ്യക്തിത്വത്തിനും ഒക്കെ ഉടമയായിട്ടുള്ള മമ്മൂക്കയെ പോലെ ഒരു മനുഷ്യന് ഒരു മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുകയാണെന്നാണ് പിണറായി വിജയൻ സഖാവ് പറയുന്നത്. ആരെ കൊണ്ട് പറ്റും ഇങ്ങനെയൊക്കെ പറയാൻ? ഇങ്ങനെയൊക്കെ പറയാൻ ഇദ്ദേഹത്തിനെ കൊണ്ടൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. കാരണം ഇതിനപ്പുറത്തേക്ക് ഒരുത്തനും പറയില്ല. സംഘികളുടെ ഏതെങ്കിലും തലവന്മാർ വന്നിട്ട് പറയുമോ ഞങ്ങൾ മാപ്പ് ചോദിക്കണം മമ്മൂട്ടി അല്ലെ മമ്മൂക്ക, നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന്? ഒരുത്തിനും ചോദിക്കത്തില്ല. മമ്മൂട്ടിയുടെ ധാഷ്ട്യം, വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ പടിയടച്ച് പിണ്ടം വെക്കുന്ന പരിപാടിയിലേക്ക് പോകും. മമ്മൂട്ടി വലിയ ഫണ്ട് ചെയ്തിട്ട് ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് വലിയ PR വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനൊന്നുമല്ല. അയാളുടെ സ്വന്തം കാശ് കൊണ്ട്, സ്വന്തം പോക്കറ്റിൽ നിന്ന്, സ്വന്തം വിയർപ്പ് നീരാക്കി അല്ലെ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് പാവങ്ങളെ സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്ന ഒരു മനുഷ്യന് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ BJPയുടെയോ മറ്റാരുടെയും ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല.
അയാൾ ചെയ്യാനുള്ളത് അയാൾ നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട്, അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ രീതിയിലൊരു പ്രസ്താവനയായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്താണ് ബാക്കിയുള്ള വീഡിയോയിൽ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഉദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഇത് തീർത്തും വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ക്യാമറയുടെയും മുന്നിൽ പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ നാട്ടില് ക്യാമറയും ശരീരത്തിൽ വെച്ച് നടക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാള് ഇവരുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. ഇപ്പോ നമ്മുടെ ഷർട്ടിന് ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ സാധാരണ ബട്ടൺ എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നാൽ ചില ബട്ടൺ ക്യാമറയായിരിക്കും. നമ്മുടെ പോക്കറ്റിൽ പേനയുണ്ട്, ചില പേന ക്യാമറയായിരിക്കും, നമ്മളറിയില്ല. അപ്പോ ഇത് വിവാദമാക്കാൻ താല്പര്യമുള്ളവർ വലിയ തോതിൽ വിവാദമാക്കിയിട്ടു. എന്തോ ഇയാളെ അവമാനിച്ചു, മമ്മൂട്ടി ക്ഷുഭിതനായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ആദ്യമേ തന്നെ പ്രചരിപ്പിക്കേണ്ടത്. പിന്നീട് വന്ന വാർത്തകൾ അതിൻ്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമത്ത് മമ്മൂട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുന്നുവെന്നാണ്. എന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് നോക്കണം. കണ്ടില്ലേ, മുഖ്യമന്ത്രി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെപ്പറ്റി അവതരിപ്പിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പഠിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഈ നാട്ടിൽ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെ ഇഷ്ടപ്പെടാത്ത, മമ്മൂട്ടിയോട് വിരോധമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളത് അദ്ദേഹം അവിടെ എടുത്തു പറയുകയാണ്. മമ്മൂക്ക അവിടെ വ്യക്തിപരമായിട്ട്, തികച്ചും വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിനോട് സ്നേഹത്തോടു കൂടി പറഞ്ഞ, അദ്ദേഹത്തിനോട് ബഹുമാനത്തോടു കൂടി പറഞ്ഞൊരു കാര്യത്തിനെ അത് മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട്, നമുക്കിപ്പോൾ ക്യാമറ തന്നെ കയ്യിൽ വേണമെന്നില്ല, നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരാളുടെ ഷർട്ടിലൊരു ബട്ടൺസ് അത് ക്യാമറ ആയിരിക്കാം, ഒരാളുടെ പോക്കറ്റിലിരിക്കുന്ന ഒരു പേന പണ്ട് എഴുതാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണെങ്കിൽ ഇന്നത് ക്യാമറയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഏതോ ഒരുത്തൻ പകർത്തിയ ഒരു ക്ലിപ്പ്, ആ ക്ലിപ്പാണ് മമ്മൂട്ടിക്കെതിരെ ഈ രീതിയിൽ വിദ്വേഷ പരാമർശം ഉണ്ടാക്കാനും, മമ്മൂട്ടി ഒരു ക്ഷിപ്രകോപിയാണെന്നും ഇത്രയും പ്രായമായിട്ടും കിളവന്റെ അഹങ്കാരം തീർന്നില്ല എന്നും പലരെയും കൊണ്ട് പറയിപ്പിക്കാനും കാരണമായതെന്നുള്ളതാണ് മുഖ്യമന്ത്രി എടുത്തു പറയുന്നത്. അത് തന്നെയാണ് സത്യം. ഞാനും പല പോസ്റ്റുകളിലൊക്കെ കണ്ടു, എടുത്ത് ഇലയിൽ വെക്കാറായി, അല്ലെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയാറായി, എന്നിട്ടും ഇവന്റെ അഹങ്കാരം തീർന്നില്ലല്ലോ എന്നാണ് പലരും പറയുന്നത്. എടാ മക്കളെ, നിന്റെ അച്ഛനോ നിനക്കോ ഒന്നിനും ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അയാൾ ഇലയിൽ വെക്കണം, അല്ലെങ്കിൽ അയാളുടെ ആയുസ് തീരാറായി എന്നുള്ളത് അതിന് അയാൾ തന്നെ വിചാരിക്കണം. ദൈവമോ കാലനോ അല്ല അയാളുടെ കാര്യം തീരുമാനിക്കുന്നത്, അയാൾ തന്നെ തീരുമാനിക്കണം അയാൾക്ക് എപ്പോൾ ഇവിടെ നിന്ന് പോകണം എന്നുള്ളത്. അതുകൊണ്ട് നീ അതിനുവേണ്ടി കിടന്നിട്ട് വിഷമിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. പലരുടെയും കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദൈവം വിളിക്കുമ്പോൾ അല്ലെ കാലം വിളിക്കുമ്പോഴങ്ങ് പോകുന്നുള്ളത്. എന്നാൽ ഈ മനുഷ്യന്റെ കാര്യത്തിൽ അയാളുടെ കലണ്ടർ, അയാളുടെ ജീവിതാവസാനം, എല്ലാവർക്കും മണ്ണ് പറ്റണ ഒരു ദിവസം വരും, ഇറച്ചിയിൽ മണ്ണ് പറ്റണ ഒരു ദിവസം വരും. എന്നാൽ ഈ ഒരു മുതലിന്റെ കാര്യത്തിൽ ആ ഒരു കലണ്ടർ അച്ചടിച്ചിട്ടില്ല, ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ആ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ അതിനെല്ലാം തിരുത്തിയിട്ടുണ്ട്. അയാളുടെ അനുഭവം കൊണ്ടും അയാളുടെ പ്രവർത്തികൾ കൊണ്ടും അയാളുടെ ജീവകാരുണ്യ പ്രവർത്തികൾ കൊണ്ടും അയാളുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും എല്ലാം അദ്ദേഹം ആ ഒരു ഡേറ്റൊക്കെ തിരുത്തി മാറ്റിയിട്ടുണ്ട്. ഇനിയൊരു ഡേറ്റ് ഉടനെ ഒന്നും ഇല്ല. നീയൊക്കെ വിചാരിച്ചത് ഈ 8 മാസങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിക്ക് ക്യാൻസറാണ്, മമ്മൂട്ടി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ വാർത്തകൾ കണ്ടപ്പോൾ നീയൊക്കെ ഒന്ന് സന്തോഷിച്ചു. മമ്മൂട്ടിയുടെ അവസാനം ഇവിടെ കൊണ്ടാണെന്നുള്ളത്, ഈ മമ്മൂട്ടി, അഹങ്കാരിയായ മമ്മൂട്ടി തീരുവാണെന്നുള്ളത്. എന്നാൽ ഇതൊന്നും ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല എന്നുള്ളതാണ് പിന്നീട് 8 മാസങ്ങൾക്ക് ശേഷം നീയൊക്കെ കണ്ടത്. അതിൻ്റെ അതിൻ്റെ വിഷമം ഉള്ളിലുണ്ട്. മമ്മൂട്ടി തീരുന്നില്ലല്ലോ, ലാലേട്ടനെ ഒന്ന് കയറ്റിക്കൊണ്ട് വരണമല്ലോ. അപ്പം അങ്ങനെ മമ്മൂട്ടി തീരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉള്ളിൽ കിടക്കുമ്പോൾ ഇതാ വരുന്നു ഒരു ന്യൂസ്, മമ്മൂട്ടി ജനറൽ സെക്രട്ടറി അല്ലെ ജില്ലാ സെക്രട്ടറി എടുത്ത് മോശമായിട്ട് പെരുമാറി. അപ്പോൾ പിന്നെന്തായി, ഇത് മതി ഞങ്ങൾക്ക്, മമ്മൂട്ടി ചത്തിലേലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് മമ്മൂട്ടിയെ കൊല്ലാനുള്ളൊരു വകയായി എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ, ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായിട്ടിരിക്കുന്ന ചില ആളുകൾ, വലതുപക്ഷത്തിന്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ, സംഘികളുടെ വലിയൊരു മെഴുകലുകൾ, ഈ പല കമന്റ് ബോക്സുകളിലും വന്ന് മെഴുകുന്ന പല ആളുകളും സംഘിച്ചായുള്ളവന്മാർ സംഘികളുടെ അടിമകളുമാണ് കേട്ടോ. അതിലൊരു സംശയവും വേണ്ട. കാരണം ഈ ചില ഫേക്ക് അക്കൗണ്ടുകളാണ്, മുഖമില്ല, വ്യക്തിത്വമില്ല, ഐഡന്റിറ്റി ഇല്ല, അല്ലെങ്കിൽ അവരുടെ മേൽവിലാസം ഒന്നുമില്ലാതെ മമ്മൂട്ടിയെ പറ്റി മോശം പറയണം, മമ്മൂട്ടി ചെയ്തത് ചെറ്റതരമാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയണം. അതിനു വേണ്ടിയിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ചില ആളുകൾ വന്നിരിക്കുന്നുണ്ട്, പിതൃശൂന്യത്തരം കാണിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഇന്നലെ കെ റഫീഖ് പറഞ്ഞതുപോലെ ഇന്നിതാ മുഖ്യമന്ത്രിയും പറയുകയാണ്. ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഉണ്ട് എന്ന് വളച്ചൊടിച്ചുകൊണ്ട് പറഞ്ഞു തീർക്കാനായിട്ട്, അല്ലെ പറഞ്ഞുകൊണ്ട് വരുന്ന ചില ആളുകളുടെ ചേതോവികാരം,
അതെന്താണെന്ന് എടുത്തു പറയുകയാണ്. ഇതിൽ കൂടുതൽ ഇനി തെളിവുകളൊന്നും വേണ്ടല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ക്യാപ്റ്റൻ തന്നെ വന്നിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മമ്മൂക്കയ്ക്ക് ഇത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവണം. കാരണം അദ്ദേഹത്തിനെ പറ്റി അമ്മാതിരി രീതിയിലാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്. പണത്തിൻ്റെ അഹങ്കാരമാണ്, ഹുങ്കാണെന്നൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തിൻ്റെ പേരിൽ മമ്മൂക്ക പറഞ്ഞതെന്നും അഹങ്കാരം കാണിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് ആരെക്കാളും കൂടുതലൊക്കെ കാണിക്കാൻ സാധിക്കും. പക്ഷെ അതൊന്നും അദ്ദേഹം കാണിക്കുന്നില്ല. അദ്ദേഹം എല്ലാ ആളുകളെയും എന്നും എക്കാലത്തും സഹായിച്ചുകൊണ്ട് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന, അല്ലെ തന്നേക്കാൾ താഴെയുള്ള ആളുകളെ എപ്പോഴും തന്നോടൊപ്പം കാണണമെന്നും തന്നേക്കാൾ മുകളിൽ കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യത്വത്തിൻ്റെ ഉടമ കൂടിയാണ് മമ്മൂക്ക. അങ്ങനെ ഒരു മമ്മൂക്കയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമമാവും. എന്നാലും കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ മമ്മൂക്ക ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും മമ്മൂക്ക അംഗീകരിക്കും. എന്നാൽ മമ്മൂക്കയുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഇഷ്ടമല്ലാത്ത ആളുകൾ ഈ രീതിയിലുള്ള കുരയ്ക്കലുമായിട്ട് വരും. തെരുവ് നായ്ക്കൾ കുരയ്ക്കുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യകത ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പട്ടി കുരയ്ക്കുന്നത് നമ്മൾ നോക്കിയാൽ പോരാ, ആരെന്താന്നുള്ളത്. തെരുവ് നായ്ക്കൾ എവിടെയാണെങ്കിലും കിടന്ന് കുരച്ചിട്ട് അതിൻ്റെ പാട്ടിനകത്ത് പൊക്കോളും. കൂടുതൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല. കുരയ്ക്കുന്ന പട്ടികൾ എത്രയാണെങ്കിലും കുരച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെ ഇട്ട് കൊടുത്താലും അവന്മാർ കുരച്ചുകൊണ്ടിരിക്കും. അത് കുരയ്ക്കാനുള്ളതൊക്കെ അവർ കുരയ്ക്കട്ടെ. ഇട്ട് കൊടുക്കാനുള്ളതൊക്കെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, അയാളിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.